ബുദ്ധിപൂർവ്വമുള്ള പ്രതികരണം തീർച്ചയായിട്ടും സ്വയം രക്ഷാപ്രവർത്തനമാണ് എന്നതാണ് എൻ്റെ ഒരു ടേക്ക്. അത് പ്രായോഗികമായിട്ടുള്ള രാഷ്ട്രീയ ബുദ്ധി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഉപയോഗിച്ചത് കുറച്ച് സൈദ്ധാന്തികമായ അദ്ദേഹത്തിൻ്റെ ഒരു ആശയം, ഞാൻ ഏതെങ്കിലും സമുദായ ശക്തികളാൽ പ്രീണിക്കപ്പെടുന്ന ഒരാളല്ല എന്ന് വരുത്തി തീർക്കുന്ന ഒരു സെക്യുലറായിട്ടുള്ള ഒരു വ്യക്തിയാണ് താൻ എന്നുള്ളത് ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വി.ഡി. സതീശൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ അതിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ പിന്നാക്കം പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. വെള്ളാപ്പള്ളി നടേശനോടുള്ള സ്റ്റേറ്റ്മെൻറ്റിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താ? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പരിശോധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ഞാൻ പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണോ അതോ താൻ തിരുത്തുന്നതിനായാണോ എന്ന് ശ്രദ്ധിക്കുമെന്നും സതീശൻ എന്ന് പറയുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷമുള്ള സതീശനും പ്രതിപക്ഷ നേതാവ് ആവുന്നതിന് മുമ്പുള്ള സതീശനും തമ്മിലുള്ളൊരു മാറ്റമായി വേണമെങ്കിൽ അതിനെ കാണാവുന്നതാണ് പോസിറ്റീവ്ലി. അത് വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു വി.ഡി. സതീശനെ നമ്മൾ കണ്ടിട്ടുണ്ട്. വരും വരായികകളെക്കുറിച്ച്, അതുണ്ടാക്കാവുന്ന നഷ്ടങ്ങളെക്കുറിച്ച് വലിയ രീതിയിലുള്ള ആലോചനകളില്ലാതെ പ്രതികരിക്കുന്ന ഒരു വി.ഡി. സതീശനെ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് എന്ന് ബോധ്യമുള്ള വി.ഡി. സതീശൻ്റെ പ്രതികരണം തന്നെയാണ് നമ്മളിതിൽ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രായോഗികമായിട്ടുള്ള പ്രതികരണം ഒരു രക്ഷാപ്രവർത്തന ബുദ്ധിയിൽ നിന്ന് വന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും സുകുമാരൻ നായരെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിമർശിച്ചിട്ടുള്ളതും CPM പല ഘട്ടങ്ങളിലും പല വേദികളിലും വിശ്വസിച്ചിട്ടുള്ളതും മിത്തിൻ്റെ കാര്യത്തിലൊക്കെ പി ജയരാജൻ പറഞ്ഞത് എന്താ, സുകുമാരൻ നായരിടുന്ന കുറി വിശ്വാസവും കന്നഡ ശാസ്ത്രവുമാണ് എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അന്ന് കോൺഗ്രസ് തന്ത്രപരമായിട്ടുള്ളൊരു മൗനം പാലിച്ചിരുന്നു ആ വിഷയത്തിൽ. അന്ന് ശാസ്ത്രത്തിൻ്റെയോ നെഹ്റുവിൻ്റെയോ പാതയൊന്നും പിന്തുടരാനുള്ള അമിതമായ താല്പര്യം കോൺഗ്രസ് നേതാക്കൾ കാണിച്ചാൽ അപകടകരമാണെന്നറിയാം. കാര്യം BJP കത്തിക്കുമെന്നാണ് ഒന്ന് BJP പറയുന്നത്, രണ്ട് ഈ വിഷയത്തിൽ ശബരിമല വിഷയത്തിൽ അതിൻ്റെ ആനുകൂല്യം കിട്ടിയത് കോൺഗ്രസിനാണ്. പക്ഷേ അന്ന് വളരെ കൃത്യമായി NSS ഒരു നിലപാടെടുത്തിരുന്നു. BJP ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ വഞ്ചിച്ചു എന്നൊരു നിലപാട് പിന്നീട് NSS എടുക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ആ ഘട്ടത്തിലുള്ള ബോൾഡായി സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി നടക്കാൻ പോകുന്ന ജനുവരി 2-ാം തീയതി മന്നം ജയന്തിയിൽ BJP നമ്മൾ കരുതിയത് സുരേഷ് ഗോപിയെ വിളിക്കുമെന്നാണ്. പക്ഷേ സുരേഷ് ഗോപി വിളിച്ചിട്ടില്ല, ജോർജ് കുര്യനെയും ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അറ്റോർണി ജനറലിനെയാണ് അവിടെ വിളിച്ചിരിക്കുന്നത്, വെങ്കട്ടരമണിയെ. അതുകൊണ്ട് ആ അർത്ഥത്തിൽ BJPയുമായും കോൺഗ്രസുമായും CPയുമായും സമദൂരമാണെന്ന് പറയുമ്പോഴും അതിനുള്ളിലെ മറ്റു ചില രാഷ്ട്രീയ ദൂരങ്ങളും ദൂരക്കുറവുകളും ഒക്കെ നമുക്കറിയാം. പക്ഷേ ഈ വിഷയത്തിൽ പ്രായോഗികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതികരണമാണ് വി.ഡി. സതീശനിൽ നിന്നുണ്ടായിരിക്കുന്നത്. അത് സാഹചര്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളൊരു പ്രതികരണമാണ്. ആ സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഭൂരിപക്ഷ സമുദായത്തിലെ രണ്ട് പ്രബലമായിട്ടുള്ള സമുദായ സംഘടനകളും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിലപാടുറയ്ക്കുമ്പോൾ സ്വാഭാവികമായും ലീഗിൻ്റെ കൂടി പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുന്നത് അത്ര തനിക്ക് വ്യക്തിപരമായി ഒരു നേട്ടമുണ്ടാക്കുന്ന ഒരു സാഹചര്യമല്ല എന്നത് വി.ഡി. സതീശൻ മനസ്സിലാക്കുന്നുണ്ട്. അതിന് കൃത്യമായും ബാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ വി.ഡി. സതീശന് കിട്ടുന്ന ഒരു പിന്തുണ ഇപ്പോഴും അദ്ദേഹം പറയുന്നത്, ഇന്നലെയും ഞാൻ ഒരു ക്രിസ്തീയ സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ്. അത് BJPയിലേക്ക് വോട്ട് പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ശ്രമമായി വ്യാഖ്യാനിക്കുമെങ്കിലും കേരളത്തിൽ വിവിധ സമ്മർദ്ദ ഗ്രൂപ്പുകളെ, താല്പര്യ ഗ്രൂപ്പുകളെ ഒപ്പം നിർത്താനുള്ള ഒരു വലിയ പോരാട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിലെ വിവിധ നേതാക്കൾ ഉള്ളത് എന്നുള്ളതാണ് ഒരു കാര്യം. ഞാനതിനെ വിമർശിക്കില്ല. കാര്യം കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തെയും രാഷ്ട്രീയം അങ്ങനെ സമുദായ നേതാക്കളുമായും സമുദായ ശക്തികളുമായും തുല്യ അകലവും അതേപോലെ അടുപ്പവും വേണ്ടത്ര സമയങ്ങളിൽ അടുപ്പവും ഒക്കെ കാണിച്ചുകൊണ്ടാണ് നിന്നിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കേരളത്തിലെ ഘടകത്തെ ഞാൻ കണക്കാക്കുന്നത് വിവിധ താല്പര്യ ഗ്രൂപ്പുകളുടെ ഒരു സംയോജനം എന്നാണ്. അത് ആ അർത്ഥത്തിൽ തന്നെയാണ് നേതാക്കൾ കൊണ്ടുപോകുന്നത്. മോശമാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അത് കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സ് ആണ്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇതിൽ ആരാണ് ഏറ്റവും നല്ല സമുദായ സ്നേഹി എന്ന നിലയിൽ ഓരോ സമുദായത്തെ മുൻനിർത്തിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വരും. ഞാനാണ് ഏറ്റവും നല്ല സമുദായ സ്നേഹി, നീയാണ് നല്ല സമുദായ സ്നേഹി, ഇതൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. അതൊരു ഘട്ടം കഴിയുമ്പോൾ വികൃതമാകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും പ്രായോഗിക പ്രതികരണമാണോ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും പ്രായോഗികമായിട്ടുള്ളൊരു പ്രതികരണമാണ് എന്നാണ് എൻ്റെ ടേക്ക്. Meet the editors.